ഹലോ ഗൈസ്, ഹായ് ചേച്ചി. ഞാൻ എന്റെ നാട്ടുകൂട്ടത്തെ പരിചയപ്പെടുത്തട്ടെ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് മീറ്റ് ശ്രീ മുരുക കൈകൊട്ടിക്കളി ടീം. കൈകൊട്ടിക്കളി ടീമാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ എനർജി എന്നുള്ളത് ഭയങ്കര എനർജി ആയിരിക്കും. നമ്മൾ അതേപോലെ എനർജിയിൽ നിൽക്കണം. മലപ്പുറം റോക്സ്. ഓൾറൈറ്റ്, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് മറ്റൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീവത്സൻ മേനൻ. അല്ല, പക്ഷെ ഈ വ്യക്തിനെ ജനങ്ങളെല്ലാരും സ്പെഷ്യലി മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വ്യക്തി വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത്. ചേച്ചിക്ക് നൽകാൻ കുറച്ച് ഗിഫ്റ്റുകൾ, സ്നേഹ സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ വ്യക്തി എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അത് തേടിപ്പിടിച്ച്, അതായത് ഹണ്ട് ചെയ്ത് അവിടെ പോയി എനിക്ക് കിട്ടി ഫുഡ് ഇൻസ്പെക്ടർ. അതൊരു വീഡിയോ രൂപത്തിലായിരിക്കും തരുന്നത്. ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി എന്റെ ചേച്ചി, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലെറ്റ്സ് വെൽക്കം ഫുഡ് ഹണ്ടർ സാബു. അല്ല, ഈ ചേട്ടൻ നമ്മുടെ ക്യാമറാമാൻ അല്ലല്ലോ. അതെന്റെ കൂടെ വന്നതാണ്. നമ്മുടെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലോറിൽ വന്നിട്ട് ലൈവായിട്ട് വ്ളോഗ് ചെയ്യാൻ പോവാണ്. ദൈവമേ, അതായത് ഫുഡ് ഹണ്ടർ സാബുവിന്റെ വ്ളോഗിലാണോ ഞാനിപ്പോ അമൃത ടിവിയിൽ ഞാൻ ഷോ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫുഡ് ഹണ്ടർ സാബുവിന്റെ വ്ളോഗിൽ മഞ്ജു വാര്യറിന് ശേഷം ഞാൻ. ദൈവമേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇരുന്നപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുവാണ്. അതെ, ലൈവായിട്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, കൊള്ളാം. ശ്വേത ചേച്ചി, നമ്മുടെ ടീം എല്ലാരും ഉണ്ട്. ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. ഇത് ശ്വേത ചേച്ചിക്കുള്ള ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. വിളിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ചേച്ചി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആഹാരവും ചെക്കും കണ്ട ചേച്ചി പറന്നു വരും. Can we go for a sweet date? അതിന് വേണ്ടിട്ടല്ലത് കൊണ്ടുവന്നേ. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഒരു സ്വീറ്റ് ഡേറ്റ്. കയ്യിൽ നീട്ടിക്കണം കൂടെ. അതെ, ഞാൻ സ്വീറ്റ് ഡേറ്റിന് വേണ്ടി സഹായിക്കാം. അപ്പൊ ടേബിൾ ചെയറൊക്കെ വന്നതിന് ഞങ്ങൾക്ക് ഒരു ഇച്ചിരി സ്വസ്ഥത, സമാധാനം. എല്ലാം ഒരു ടേബിളും 2 ചെയറും പോരട്ടെ. ഇനി ഡേറ്റിന്റെ പറ്റി നിങ്ങളുടെ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എന്തൊക്കെയാണ് ഡിഷസ് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അത് ആദ്യം തന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് ബട്ടർ ബൺ അല്ലേ? ചേച്ചിയുടെ മാത്രമൊന്നുമല്ല, ഇല്ല, എല്ലാവർക്കും ഉണ്ട്. പേടിക്കണ്ട, അവിടെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ പട്ടിണി എടുക്കേണ്ടി വരില്ല. അപ്പൊ ആദ്യം അതൊന്ന് കഴിച്ചു നോക്കും. നേരെ കൈ കൊണ്ട് എടുത്ത് കഴിക്കുക ചേച്ചി. ഈ ബട്ടർ ബണ്ണിന്റെ കഥ കേട്ടിരിക്കുന്നത് നമ്മുടെ ഷോയിലൂടെ തന്നെ ആയിരിക്കും അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ ചേച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പിടിക്കാൻ വിചാരിച്ചു. ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് ബട്ടർ ബൺ. എന്നെ വീട്ടിൽ കയറ്റൂലെന്നാ വന്നു. ഇത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ഇത് 3 സ്ഥലത്തു നിന്നുള്ള സാധനമുണ്ട്. എല്ലാം ഞാൻ തന്നെ പോയി വാങ്ങിച്ചതാ, സ്പെഷ്യൽ ഫോർ യു. അതറിയാം, വായിക്കോട്ട് വരും. ചേട്ടന് വേറെ ഉണ്ട്, പോകുമ്പോ തരാം. അടുത്ത മോഡുലേഷൻ മാറാൻ പോവാണേ. എനിക്ക് നാണം വരുന്നു. പക്ഷെ ചേച്ചി ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടോ? സുപ്രീമത്തെ ക്രീം ബണ്ണ്. ജസ്റ്റ് ട്രൈ ദിസ്. ലിപ്സ്റ്റിക് ആയെങ്കിൽ ഞാൻ തിന്നൂലേ. ഇത് വേറൊരു ഫോം ഓഫ് ബട്ടർ ബൺ ആണ്. ക്രീം ബണ്ണ. ക്രീം ബൺ. ഇവിടെ എന്താ നടക്കുന്നേ? അത് പിസ്താഷിയോ തിരാമിസു ആണ്. ഇനി കഴിച്ച പാത്രത്തിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഷുഗർ കൂടിപ്പോയി. ആണോ? ഇതൊരു ഷുഗർ ഡേറ്റ് ആണ് കേട്ടോ, കാൻഡിൽ ഡേറ്റ് അല്ല. അതെന്താ അപ്പുറത്തെ അത് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഷുഗർ ഡേറ്റ് ആവുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, ദിസ് ഈസ് ടു യം. ഞാൻ ഈ ഒരു ഫ്ലേവറിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല.
ഇനി ഇതും ഡിഫറെന്റ് ചേച്ചി. ആണോ? ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ബിസ്കോഫ് നമ്മൾ ബ്രൗണി പറയുന്നത് മൂന്നൊരു മൈൻഡ് ചേച്ചി അങ്ങനെ എടുത്ത് വെച്ചോ. ആണല്ലേ? ആ ബിസ്കോഫ് ബ്രൗണി. Biscoff brownie. ബ്രൗണി ബ്രൗണിയും ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു item. ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. താബോ അത് ഇവിടെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നിങ്ങൾ ഇച്ചിരി സമാധാനം തന്നെ. ഇത് കേട്ടിട്ട് പോ. ഈ ശ്രീവിദ്യ mind ചോദിക്കണേ ചെയ്യില്ലേ? സാബു കണ്ടക്ടർ അല്ലേ, പിന്നെ ഇത് എവിടെ നിന്ന് ഫുഡ് എന്ന് എടീ ഫുഡ് കണ്ടക്ടർ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ. അയ്യോ അത് അങ്ങനെയല്ല, കോണ്ടന്റ് ക്രിയേറ്റർ. അതാണ് മനസ്സിലാവാത്തത് അല്ലേ? This is cheese. അടുത്ത ഐറ്റം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ചീസ് ആണോ? അത് ലെമൺ കേർഡ് ചീസ് കേക്ക്. അത് ചീസ് അല്ല, അതൊരു ചീപ്പായി പോയി. ഇത് മഴ ശരിക്കും വരുമ്പോ കഴിച്ചിട്ട് ടേസ്റ്റ് വരി ചെയ്യുന്നത് ഇങ്ങോട്ട് ഒരു സെക്കൻഡ്, ഇത് ശരിക്കും ചേച്ചി ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പഴയ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ആ ഒരു അയ്യോ ഞാൻ cake. ചേച്ചി അത് കഴിച്ചിട്ട് പറയാം. അത് ചേച്ചി മിണ്ടുന്നില്ല. Melts. ഇന്നായപ്പോ നമ്മളെ മേശ How is it? ഒന്നുമില്ല. ഈ ഒരു ഫ്ലേവർ കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇത് ഒന്നും ഭയങ്കര സ്വീറ്റേ അല്ല. ഓവർ സ്വീറ്റ് അല്ല അല്ലേ? Not at all. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്വീറ്റ് ആണ്. ആഹാ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ അല്ലേ? ചേച്ചി ഇത് 3-4 ഷോപ്പിൽ പോയിട്ട് ഓരോന്നും പ്രത്യേകം. ഇത് നമ്മുടെ ജയ ബേക്കറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് പൊറോട്ട. ജയ ബേക്കറിയിലെ സുപ്രീം ബേക്കറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രീം ബൺ. അവിടെ ഏറ്റവും ഇതിന് ക്യൂ ആയിരിക്കും ആളുകൾ. ഞാൻ രാവിലെ പോയി ക്യൂ നിന്ന് വാങ്ങിച്ചത്. Yeah. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ മാറ്റ് ബാറ്റർ ബേക്കറി ഉണ്ട്, നമ്മുടെ ഇത് ആലോചിക്കുന്നത് ഓരോന്നും ഓരോ സ്ഥലത്താണ്. കാക്കനാട് ഉണ്ട്, പാലാരിവട്ടം ഉണ്ട്, നമ്മുടെ ഇവിടെ വൈറ്റിലുണ്ട്. ഇതെല്ലാം ഡിഫറെന്റ്. ചേച്ചി ഇഷ്ടപ്പെട്ടായിരുന്നോ? ഹൈദരാബാദിൽ ഫ്ലൈറ്റ് പിടിച്ചും കൂടെ 2 വാങ്ങിക്കൊണ്ടിരാത്തത് സമയം കിട്ടിയില്ല. ഞാൻ നാളെ മറ്റന്നാ ദുബായി പോകുന്നുണ്ട്, പോയി വരുമ്പോ ചേച്ചിക്ക് കൊണ്ടുവരും. സാബുവേ, ദുബായി പോയിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ബട്ടർ ബൻ വേണ്ട. സാബു അല്ല ബട്ടർ നിങ്ങൾ അല്ല വേറെ പറയാം. തൽക്കാലം നിങ്ങളത് കഴിച്ചാൽ മതി. ഈ സിനിമയില് ഫുഡിന്റെ റെഫറൻസ് കൊണ്ടുവന്ന മെയിൻ ആള്. കാരണം നമ്മളൊക്കെ അഡ്മയർ ചെയ്യുന്നു അല്ല, അതുവരെ നമ്മൾ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ നമ്മളൊരു ഫുഡിന് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സിനിമയുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള പേര് സംതിങ് കുക്കിംഗ് ടാഗ്ലൈൻ കൂടി ഉണ്ടായിരുന്നില്ല. അതിന് ഒരു ദോശ ചുട്ട കഥ. എന്നിട്ട് വിളിക്കുമ്പോ ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഗാർലിക് ചട്നി കിട്ടിയില്ലേ? ലൈക്ക് നമ്മളെ പലരും വിളിച്ച് ഓരോ സജഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക, അത് മറ്റേ ആ ഗ്രേവി ഉണ്ടായിരുന്നില്ലേ, അതായിരിക്കും. അതേപോലെ അതതിന് ശേഷമാണ് സിനിമയിൽ ഭയങ്കര ട്രെൻഡിങ്. ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ വരെ ഇപ്പൊ നമ്മള് കമലഹാസന്റെ നമ്മുടെ വിക്രത്തിലൊക്കെ അങ്ങനെ വലിയ പടങ്ങളിൽ വരുമ്പോ ഫുഡിന് ഇമ്പോർട്ടൻസ് ലാലേട്ടന്റെ പടങ്ങളിലും എല്ലാം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു വിപ്ലവം തുടങ്ങിയ ചേച്ചിക്ക് നമ്മുടെ പേഴ്സണൽ ആസ് എ ഫുഡ് ബ്ലോഗർ ഇനി ഒരു മ്യൂസിക് വേണം. റൊമാൻറ്റിക് ശരി, റൊമാൻറ്റിക് മ്യൂസിക് ഇട്ടുതരാം. ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണങ്ങൾ എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അവിടെ ഫുഡ് ഹണ്ടർ സാബു ഉണ്ടാവും. ഇന്ന് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ മറ്റൊരു മുഖം ഫുഡ് ഹണ്ടർ സാബുവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ് ബെസ്റ്റ് ഫുഡ് വ്ളോഗർ പോപ്പുലർ ആണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്താണ് ഇപ്പൊ ഡാൻസ് കളിക്കാന്നുള്ള ഒരു റൊമാൻറ്റിക് ഡാൻസ്. കൊല്ലാനുള്ള പരിപാടി ആണല്ലേ. വേറൊരു മുഖം കാണാന്ന് പറഞ്ഞില്ലേ? അതെ, മുഖംമൂടി നേരത്തെ അഴിഞ്ഞ് വീണ്, ആ ഓയിൽ വീണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഡാൻസ് കളിക്കണം. അത് നമുക്ക് അടുത്തത്. അതെ, ബട്ടർ ബന്നും ക്രീം പൊറോട്ട കുനാഫയൊക്കെ ഇരിക്കണ അയല പൊരിച്ചോണ്ട് പാട്ടിടല്ലേടാ. ഓക്കെ, വീണ്ടും ദാ ഫുഡ് ആൻഡ് സാബുവിന്റെ പേജിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഫുഡ് മാത്രമല്ല അത്യാവശ്യം റൊമാൻസും ചേച്ചി എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലേ? അയ്യോ ധൈര്യമായിട്ട് കളിക്കാമോ? മതി ചേച്ചി, എല്ലാം കൂടെ ആവില്ല. കിട്ടിയ ചാൻസ് ആണ്. കുടിക്കുമ്പോ
മതി ചേച്ചി, എന്നെ കൊണ്ടാവില്ല. കേരളത്തിലെ ഭക്ഷണ പ്രേമികളെ ഇതാ മതി, 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 മതി. Thank you so much. സത്യസന്ധമായിട്ട് ബാബുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ചില കിണർ കുഴിക്കുമ്പോ 4 തൊടിയാ മനത്ത് പൂച്ച വീഴൂലേ, അതിന്റെ പേടിയുണ്ട് അതിനകത്ത്. അല്ല, ഇതൊന്നും നേരത്തെ അറിഞ്ഞ 2 സ്റ്റെപ്പ് പഠിച്ചു വരാം. ഇതൊക്കെ ഒരു ക്ലൂ തരണ്ടേ? എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. 5 6 സ്വീറ്റ്സും കൊണ്ട് വന്നു. ഒരു ലോഡ് മധുരങ്ങൾ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കുകയാണ്. വീട്ടിൽ കയറ്റിയാ മതിയായിരുന്നു അല്ലേ? അതൊന്നുമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം. സേഫ് ആണ്, ഞാൻ സേഫ്. അയ്യോ ശരി, ഇവിടെ നോബി ചേട്ടനെയൊന്നും വീട്ടിലേ കയറ്റത്തില്ല. ഇതൊക്കെ ഇനിയിപ്പോ എല്ലാരും ഇപ്പൊ കണ്ട് വിഷ്വലൈസ് ചെയ്തെല്ലാം ഇരിക്കുകയാണല്ലോ. ഇവിടെ നമുക്കൊരു ചേഞ്ച് ആക്കാം. ഇവിടുന്ന് വേറൊരു ലോകത്തേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ സർപ്രൈസ് ചേച്ചിക്ക് കിട്ടി. ഇനി ഒരു സർപ്രൈസും കൂടെ നമ്മുടെ ഈ വേദിയിൽ വരാനുണ്ട്.